ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, വളരെ ചിട്ടയോടെ കൃത്യമായ പ്ലാനിങ്ങോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സാമ്രാജ്യം, രാജാവും മന്ത്രിമാരും സന്ദേശവാഹകരുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ രാജ്യം. ശരിക്കും നമ്മുടെ തലയ്ക്കുള്ളിലെ നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം ഇങ്ങനെയൊരു അത്ഭുത ലോകമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഈ മാന്ത്രിക ലോകത്തേക്ക് ഒന്ന് കടക്കാം, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഭാരം വെച്ച് നോക്കുമ്പോൾ വെറും 1.4 കിലോഗ്രാം, അതായത് കഷ്ടിച്ച് 1.5 കിലോ മാത്രം ഭാരമുള്ള ഒരു ചെറിയ അവയവമാണ് നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറ്. പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതും ശ്വസിക്കുന്നതും എന്തിന് ഞാനീ പറയുന്നത് കേൾക്കുന്നതും വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ചെറിയ അവയവമാണ്. അവിശ്വസനീയമാണ്, അല്ലേ? ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ സാമ്രാജ്യത്തിന്റെ ഒരു ഭൂപടം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം തലച്ചോറാണ്. അതിൽ നിന്നും താഴേക്ക് പോകുന്ന ഒരു വലിയ മെയിൻ ഹൈവേ ഉണ്ട്. അതാണ് നമ്മുടെ സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന സ്റ്റിമുലസുകളെ, അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് കൃത്യമായ മറുപടി കൊടുക്കുന്നത് ഈ രണ്ട് മെയിൻ സെന്ററുകളാണ്. ഏത് വലിയ കൊട്ടാരത്തിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വലിയ കോട്ടകളുണ്ടാവുമല്ലോ. നമ്മുടെ തലച്ചോറിനുമുണ്ട് ഇതുപോലെ ശക്തമായ കവചങ്ങൾ. ഏറ്റവും പുറത്ത് നമ്മുടെ കട്ടിയുള്ള തലയോട്ടിയുണ്ട്. അതിനുമുള്ളിലായിട്ട് തലച്ചോറിനെ വളരെ സുരക്ഷിതമായി പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 പാളികളുള്ള ഒരു സ്പെഷ്യൽ കവചമുണ്ട്. ഇതിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. കൊട്ടാരത്തിന്റെ സംരക്ഷണ മതില് തന്നെയാണിത്. ഈ കോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വലിയ കൊട്ടാരത്തിന് ചുറ്റുമുള്ള കിടങ്ങിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതുപോലെ ഈ മെനിഞ്ചസിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു പ്രത്യേക ദ്രാവകമുണ്ട്. അതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പുറത്തുനിന്നുള്ള വലിയ ആഘാതങ്ങളെ തടയുന്ന ഒരു അടിപൊളി ഷോക്ക് അബ്സോർബറാണിത്. മാത്രമല്ല, തലച്ചോറിലെ കോശങ്ങൾക്കാവശ്യമായ പോഷണവും ഓക്സിജനും കൊടുക്കുന്നതും ഈ ദ്രാവകമാണ്. ശരിക്കും അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ രാജ്യത്തെ ഭരണാധികാരികളെ ഒന്ന് പരിചയപ്പെടാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. നമ്മൾ ആലോചിക്കുന്നതും ഓർമ്മിക്കുന്നതും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ ഈ സെറിബ്രമാണ്. ഇനി ഇതിന് തൊട്ടുതാഴെയായി കാണുന്ന രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇതിനെ നമ്മൾ ലിറ്റിൽ ബ്രെയിൻ അഥവാ ചെറിയ തലച്ചോറ് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസും പേശികളുടെ അനക്കവുമൊക്കെ കൃത്യമായി നിലനിർത്തുക എന്നതാണ് ഈ ആളുടെ ഡ്യൂട്ടി. ഇതിലൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ വലിയ സെറിബ്രം ശരിക്കും വലത് ഇടത് എന്നിങ്ങനെ 2 അർദ്ധഗോളങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും തമ്മിൽ സംസാരിക്കേണ്ടേ? അതിനായി ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമുണ്ട്. നാഡീതന്തുക്കൾ കൊണ്ടുള്ള ഈ പാലത്തെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നത്. ഈ പാലത്തിലൂടെയാണ് തലച്ചോറിന്റെ ഇരുഭാഗങ്ങളും തമ്മിൽ അതിവേഗം വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. നമ്മൾ മനുഷ്യരെ ഇത്രയും സ്മാർട്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാഷയാണ്, അല്ലേ? സെറിബ്രത്തിനുള്ളിൽ ഇതിനായിട്ട് തന്നെ മാറ്റിവെച്ച ചില സ്പെഷ്യൽ രാജകീയ അറകളുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് നിയന്ത്രിക്കുന്നത് സെറിബ്രത്തിലെ ബ്രോക്കാസ് ഏരിയയാണ്. ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ടും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. അതാണ് വെർണിക്കീസ് ഏരിയ. ഈ 2 ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ അനായാസം ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് വരുമ്പോൾ അത് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരനുണ്ട്. അതാണ് തലാമസ്. ഈ വരുന്ന ഇമ്പൾസുകളെ സ്വീകരിച്ച് സെറിബ്രത്തിന്റെ കൃത്യമായ ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു മെയിൻ റിലേ സ്റ്റേഷനായിട്ടാണ് തലാമസ് പ്രവർത്തിക്കുന്നത്. ആള് ചില്ലറക്കാരനല്ല. ഈ തലാമസിന് തൊട്ടു താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് ഉള്ളത്. നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം മാസ്റ്റർ തെർമോസ്റ്റാറ്റാണിത്. അതായത് ശരീരതാപനില കൃത്യമായി നിലനിർത്താനും ശരീരത്തിലെ ജലത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കുന്നത് ഹൈപ്പോതലാമസാണ്. പോരാത്തതിന് വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ അത്യാവശ്യ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഇതേ ഹൈപ്പോതലാമസ് തന്നെയാണ്. ഹോമിയോസ്റ്റാസിസ് അഥവാ ആന്തരസമസ്ഥിതി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവനാണ്. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, ശ്വാസമെടുക്കുന്നുണ്ട്, ദഹനമൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? തലച്ചോറിന്റെ ഏറ്റവും താഴെയുള്ള മെഡ്യുല ഒബ്ലോങ്കേറ്റയാണ് ഇതിനൊക്കെ കാരണം. ഈ പറഞ്ഞ അനൈച്ഛിക പ്രവർത്തനങ്ങളെ അഥവാ ഇൻവോളണ്ടറി ആക്ഷൻസിനെ 24 മണിക്കൂറും നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. ശരിക്കും ഒരിക്കലും വിശ്രമിക്കാത്ത നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം എഞ്ചിൻ റൂമാണിത്. അപ്പോ ഈ സാമ്രാജ്യത്തിലെ എങ്ങനെയാണ് വിവരങ്ങൾ ഇത്രയും പെട്ടെന്ന് പാസ് ചെയ്യുന്നത്?
അതിനുള്ള സന്ദേശവാഹകരാണ് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ. നാഡീവ്യവസ്ഥയുടെ ബേസിക് യൂണിറ്റ് തന്നെ ഈ ന്യൂറോണുകളാണ്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു വിചിത്രമായ മരം പോലെ തോന്നും. ഇതിനൊരു കോശശരീരമുണ്ട്, അതിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞ ഡെൻഡ്രോണുകളുണ്ട്, പിന്നെ സന്ദേശങ്ങൾ കൊണ്ടുപോകാൻ നീളമുള്ള ഒരു വാല് പോലെയുള്ള ആക്സോണുമുണ്ട്. ഈ ആളുകളാണ് നമ്മുടെ ശരീരത്തിലെ യഥാർത്ഥ ഹീറോസ്. ഈ ആക്സോണിന് ചുറ്റും ഒരു സ്പെഷ്യൽ കവറിംഗ് ഉണ്ട്. അതാണ് മൈലിൻ ഷീത്ത്. ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് വയറിനെ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണിത്. ഇത് ആക്സോണിന് സംരക്ഷണം നൽകുക മാത്രമല്ല, സന്ദേശങ്ങളുടെ വേഗത റോക്കറ്റ് പോലെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തലച്ചോറിലെ വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്ന ഭാഗത്തിന് ആ വെളുത്ത നിറം നൽകുന്നത് തന്നെ കൊഴുപ്പടങ്ങിയ ഈ പാളിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. പുറത്തുനിന്ന് വരുന്ന സന്ദേശങ്ങളെ ആദ്യം ഈ ഡെൻഡ്രൈറ്റുകളാണ് പിടിച്ചെടുക്കുന്നത്. അവിടെ നിന്ന് കോശശരീരത്തിലേക്ക് പോകുന്ന സന്ദേശം ആക്സോണിലൂടെ വൈദ്യുത തരംഗങ്ങളായി മാറി വളരെ വേഗത്തിൽ സഞ്ചരിച്ച് അതിന്റെ അറ്റത്തുള്ള സിനാപ്റ്റിക് നോബുകളിൽ എത്തും. ഈയൊരു പ്രോസസ്സ് നടക്കുന്നത് 1 മില്ലി സെക്കൻഡിന്റെ ചെറിയൊരു അംശം സമയത്താണ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുമല്ലേ? ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. ഈ ന്യൂറോണുകൾ തമ്മിൽ ശരിക്കും ഫിസിക്കലി മുട്ടിയിരിക്കുകയല്ല, ഇവയ്ക്കിടയിൽ വളരെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ വിടവിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഈ സന്ദേശം എങ്ങനെ അടുത്ത ന്യൂറോണിലെത്തും? ഇവിടെയാണ് മാജിക് നടക്കുന്നത്. ഈ ഇലക്ട്രിക് സിഗ്നൽ സിനാപ്സിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അഥവാ രാസസന്ദേശവാഹകരായി മാറും. ഡോപ്പമിൻ പോലെയുള്ള രാസവസ്തുക്കൾ. ഇവയാണ് ആ ചെറിയ വിടവ് ചാടിക്കിടന്ന അടുത്ത ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നത്. ഇത്രയും പെർഫെക്റ്റായ ഈ സിസ്റ്റത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ വരാം. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ മെനിഞ്ചസിന് വരുന്ന ഇൻഫെക്ഷനാണ് മെനിഞ്ചൈറ്റിസ്. അതുപോലെ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുന്നതാണ് സെറിബ്രൽ ത്രോംബോസിസ്. രക്തക്കുഴലുകൾ പൊട്ടുന്നതിനെ സെറിബ്രൽ ഹെമറേജ് എന്നും വിളിക്കും. ഇനി നാഡ്യകോശങ്ങൾ പതുക്കെ പതുക്കെ നശിച്ചുപോയി ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അൾസിമേഴ്സ്. ഈ പ്രതിരോധ കോട്ടയിൽ വീഴുന്ന വിള്ളലുകളാണിവ. നമ്മൾ നേരത്തെ ഡോപാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പറ്റി പറഞ്ഞല്ലോ. തലച്ചോറിലെ ചില ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകുകയും അങ്ങനെ ഡോപാമിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുമ്പോൾ വരുന്ന അസുഖമാണ് പാർക്കിൻസൺസ് രോഗം. ഇതുകാരണം കൈകാലുകൾക്ക് വിറയൽ വരികയും പേശികളുടെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും. ചെറിയൊരു രാസവസ്തുവിന്റെ കുറവ് ഈ വലിയ ശരീരത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. എന്തായാലും ആധുനിക ശാസ്ത്രം ഇതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിലെ ഈ സിഗ്നലുകളെ മനസ്സിലാക്കാൻ ഹാൻസ് ബർഗർ കണ്ടെത്തിയ ഉപകരണമാണ് EEG. ഇതിനു പുറമെ തലച്ചോറിന്റെ ഓരോ കോണും സ്കാൻ ചെയ്ത് പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ CT സ്കാൻ, MRI തുടങ്ങിയ കിടിലൻ ടെക്നോളജികളും നമ്മളിന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു സൂപ്പർ പവറുള്ള കാലത്താണ് ജീവിക്കുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ ഈ ചെറിയൊരു സമ്മറി നോക്കാം. ബുദ്ധിയും ചിന്തയും സെറിബ്രം നോക്കുമ്പോൾ ശരീരത്തിന്റെ ബാലൻസ് സെറിബെല്ലം നോക്കുന്നു. ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഹൈപ്പോഥലാമസും ഉറക്കത്തിലും നമ്മളെ ജീവനോടെ നിർത്താൻ മെഡുല്ല ഒബ്ലോങ്കേറ്റയും ഉണ്ട്. സംസാരിക്കാൻ ബ്രോക്കാസ് ഏരിയ, ഭാഷ മനസ്സിലാക്കാൻ വെർണിക്കീസ് ഏരിയ. ഈ വലിയ സാമ്രാജ്യത്തിന്റെ ഒരു സിമ്പിൾ ലിസ്റ്റാണിത്. വെറും 1.4 കിലോ മാത്രം ഭാരമുള്ള ഒരു ചെറിയ ജെല്ലി പോലെയുള്ള ഈ മസ്തിഷ്കത്തിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനിയും കണ്ടെത്താത്ത എന്തെല്ലാം കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടാവല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഈ അത്ഭുത ലോകത്തെ വളരെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക.